നമസ്കാരം. ചൂഷകരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം. SDTU എറണാകുളം ജില്ലാ കമ്മിറ്റി മെയ്ദിന റാലി സംഘടിപ്പിച്ചു. തൊഴിലാളികളുടെ അവകാശങ്ങളും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിച്ച് സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ എറണാകുളം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മെയ്ദിനത്തോടനുബന്ധിച്ച് വിപുലമായ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. വിവിധ തൊഴിൽമേഖലകളിൽ നിന്ന് നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ പങ്കെടുത്തു. തുടർന്ന് വഞ്ചി സ്കൂളിൽ നടന്ന പൊതുസമ്മേളനം SDTU ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സെവിലം പരുത്തി രാമരംഗം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾ യഥാർത്ഥ ദിശാബോധം നൽകാൻ കാലഘട്ടത്തിന്റെ നവതൊഴിലാളി പ്രസ്ഥാനമായ SDTUവിന് മാത്രമേ സാധ്യമാകൂ എന്ന് അദ്ദേഹം പറഞ്ഞു. വർക്കിംഗ് ക്ലാസ് என்பது இந்தியாவில் எந்த சக்திகள் இருந்தாலும் சரி, இந்த இந்தியாவை அரசியல் வெளிப்படுத்தி நெறிப்படுத்தி கலாச்சார ரீதியாக கொண்டு செல்கிற ஒரு படை இருக்கு என்று சொன்னால் அது தொழிலாளி வர்க்கம் தான். அந்த தொழிலாளி வர்க்கத்தின் ஏகப்பிரதியாக SDTU வர வேண்டும், வந்து கொண்டிருக்கிறது. அது இந்தியாவை ஆளுகிற பல தலைவர்களை உருவாக்கும் என்பதை நாம் இந்த நேரத்தில் உறுதியெடுத்துக் கொள்ள வேண்டும். SDTU is not a small party. You do not know what is the value of the party. இந்த கட்சியினுடைய இந்த அமைப்பினுடைய வலிமை என்பது SDTUக்கு தெரியாது. ஆனால் நம்முடைய எதிரிகளுக்கு தெரியும். இந்த SDTU வளர்ந்து விட்டால் நம்மை முறியடித்து வென்று ஆட்சியை மாற்றுவார்கள் என்பதை அவர்களுக்கு தெரியும். நம்முடைய எதிரிகள் தான் நமக்கு அளவுகோல். நமக்குள்ளே நாம் அளவுகோல் அல்ல. நாம் யாருக்கும் சளைத்தவர்களும் அல்ல, யாருக்கும் களைத்து போவரும் அல்ல, யாருக்கும் நாம் தோல்வி என்பதிலே பயத்திலிருந்தும் பசியிலிருந்தும் விடுதலைக்கு பற்றி போகிற இந்திய மக்களுக்கான விடுதலை போராட்ட அணி SDTU என்பதுதான். തുടർന്ന് പരിപാടിയുടെ ഭാഗമായി മുതിർന്ന തൊഴിലാളികളെ ആദരിച്ചു. SDTU ജില്ലാ പ്രസിഡന്റ് KM ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് ലോകത്തെമ്പാടുമുള്ള പല വ്യവസായശാലകളിലും തൊഴിലാളികൾക്ക് വേതനമില്ലാതെ ഡയസ്നോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുമുള്ള രീതിയിൽ ഒരു ആനുകൂല്യവും കൊടുക്കാതെ എങ്ങനെയാണ് തൊഴിലാളികളെ വരിഞ്ഞു മുറുക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആഗോള തലത്തിൽ തന്നെ ഈ പറഞ്ഞ സാമ്രാജ്യ ശക്തികൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ധനത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യവസായങ്ങളിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ന് കിട്ടാതെയായിരിക്കുന്നു. ക്രൂഡ് ഓയിലിന്റെ ലഭ്യത കുറവ് വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഒരു മാന്ദ്യവും അതോടൊപ്പം തന്നെ വിലയുടെ കുതിച്ചുകയറ്റവും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മട്ടാഞ്ചേരി, SDPI ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ മഞ്ചലി, മുഹമ്മദ് ഷഹീർ യൂസഫ്, ജമാൽ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. SDTU മുൻ ജില്ലാ പ്രസിഡന്റ് റഷീദ് പെടാപുരം ആശംസ അർപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മട്ടാഞ്ചേരിയാണ് ചടങ്ങിനെ സ്വാഗതം ആശംസിച്ചത്. SDTUവിനെ സംബന്ധിച്ചിടത്തോളം മറ്റിതര ട്രേഡ് യൂണിയനുകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളി വർഗത്തിനെതിരെ മാത്രമല്ല SDTU പോരാടേണ്ടി വന്നിട്ടുള്ളത്, പോരാടിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന ട്രേഡ് യൂണിയൻ, പരമ്പരാഗത ട്രേഡ് യൂണിയൻ മുതലാളിമാർക്ക് എതിരെ കൂടിയാണ് നമ്മുടെ പോരാട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ മുഴുവൻ പുരോഗതിയും നമ്മുടെ നാട്ടിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത് മെട്രോ റെയിലാണെങ്കിലും വല്ലാർപാടം പദ്ധതിയാണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും എന്ത് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളാണ്. പക്ഷേ ആ തൊഴിലാളികൾക്ക് വേണ്ട പരിഗണന കിട്ടാതെ പോകുന്ന തരത്തിലുള്ള ഭരണകൂട നിയമങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ മുൻപിലിരിക്കുന്ന മുഴുവൻ തൊഴിലാളി സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി മുന്നോട്ട് വെക്കുന്ന മുഴുവൻ പോരാട്ടങ്ങളിലും കൂടെ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി തൊഴിലാളി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ജയ് സോഷ്യൽ ഡെമോക്രസി. പരിപാടിയുടെ സമാപനത്തിൽ എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് യാക്കൂബ് സുൽത്താൻ നന്ദി രേഖപ്പെടുത്തി. കൊച്ചി.